പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജിലെ BEd അഡ്മിഷൻ അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയാണ്. ഇപ്പോൾ അപേക്ഷിക്കുന്ന സമയമാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് പ്രകാരം ജൂൺ 16-ന് ക്ലോസ് ചെയ്യും. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ജൂൺ 16-നെ അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെ എന്നാണോ ക്ലോസ് ചെയ്യുന്നത്, അപേക്ഷ ക്ലോസ് ചെയ്യുന്നത്, അതുവരെ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രക്രിയ എന്നാൽ യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ട്രയൽ അലോട്ട്മെന്റ് ആണ്. ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി എന്നതുകൊണ്ട് അഡ്മിഷൻ കിട്ടി എന്നുള്ള ഉറപ്പില്ല. അത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുള്ളൂ. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ഉള്ള ഓപ്ഷൻ നൽകും. എല്ലാവിധ എഡിറ്റിങ്ങും. അതിൽ നിങ്ങളുടെ പേര് മാറ്റാൻ പറ്റില്ല, ഇമെയിൽ ID മാറ്റാൻ പറ്റില്ല, മൊബൈൽ നമ്പർ മാറ്റാൻ പറ്റില്ല, ആധാർ നമ്പർ മാറ്റാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും മാറ്റാൻ സാധിക്കും. അങ്ങനെ ട്രയൽ അലോട്ട്മെന്റ് പ്രക്രിയ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു 2 ദിവസമാണ് എഡിറ്റിങ്ങിനുള്ള അവസരം. ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും. അങ്ങനെ ട്രയൽ അലോട്ട്മെന്റിന്റെ പ്രക്രിയ കഴിഞ്ഞാൽ, അതിന്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കുറച്ച് ദിവസങ്ങൾക്കകം ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ അലോട്ട്മെന്റ് ആർക്കാണോ കിട്ടിയത് ആ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? മാൻഡേറ്ററി ഫീ അടക്കണം. നിർബന്ധമായിട്ട് അടക്കേണ്ട ഫീസ് എന്നാണ്. അതിൽ SC/ST വിദ്യാർത്ഥികൾ 175 175 തോന്നുന്നു. അത് ആ സമയമാകുമ്പോൾ ഒന്നുകൂടി നമ്മൾ വിശദമായിട്ട് പറയും. മറ്റു വിദ്യാർത്ഥികൾ 575 രൂപയാണ് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. അങ്ങനെ മാൻഡേറ്ററി ഫീ അടച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെന്റ് കിട്ടിയത് ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയും. അങ്ങനെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാത്ത, ഇതിൽ പറയുന്ന കോളേജിൽ റിപ്പോർട്ട് ചെയ്യാത്ത വിദ്യാർത്ഥികളെ ഈ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്ത് പോകുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കകം സെക്കൻഡ് അലോട്ട്മെന്റ് വരും. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടാതെ സെക്കൻഡ് അലോട്ട്മെന്റിലാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ ആ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? മാൻഡേറ്ററി ഫീ അടക്കണം. മാൻഡേറ്ററി ഫീ അടച്ചിട്ട് ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എവിടെയാണോ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം നിങ്ങൾക്കുള്ളത് ആ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. ഓക്കെ, പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഹയർ ഓപ്ഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് എടുക്കാൻ സാധിക്കും. അങ്ങനെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനത്തിൽ ഓരോ കോളേജിലും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള അലോട്ട്മെന്റ് അഡ്മിഷൻ പ്രക്രിയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൈമാറും. കോളേജ് വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കോളേജിൽ വന്നിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അതിനുശേഷം അതിനിടയിൽ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഉണ്ട്. കമ്മ്യൂണിറ്റി കോട്ട 2 കോളേജിലാണ് കമ്മ്യൂണിറ്റി കോട്ട BEdനുള്ളത്. ഒന്ന് ഫാറൂഖ് ട്രെയിനിങ് കോളേജ്, അവിടെ മുസ്ലിം വിദ്യാർത്ഥികൾക്കും. മറ്റൊന്ന് NSS ഒറ്റപ്പാലം, അവിടെ നായർ വിദ്യാർത്ഥികൾക്കുമാണ് കമ്മ്യൂണിറ്റി കോട്ട ഉള്ളത്. ബാക്കിയുള്ളവർക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ഉണ്ട്. 7 കോളേജിലാണ് കമ്മ്യൂണിറ്റി കോട്ട ഉള്ളത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് കോളേജുകൾക്ക് കൈമാറും. കോളേജുകൾ എന്ത് ചെയ്യും? ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികളെ കോണ്ടാക്ട് ചെയ്തിട്ട് വിളിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഉള്ളത്, കമ്മ്യൂണിറ്റി കോട്ട എന്ന് അപേക്ഷയിൽ ചോദിക്കുന്നില്ലല്ലോ എന്ന്. നിങ്ങൾ അപേക്ഷിക്കുന്ന ഇതിൽ ഫറൂഖ് കോളേജോ മുസ്ലിം വിദ്യാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ ഫറൂഖ് കോളേജ് കൊടുത്തിട്ട് ഫറൂഖ് ട്രെയിനിങ് കോളേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുണ്ടായിരിക്കും. ഒരു നായർ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഒറ്റപ്പാലം NSS കോളേജ് ട്രെയിനിങ് കോളേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ ഉൾപ്പെടും. അങ്ങനെയാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിൽ ചോദിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം ഉണ്ട് എന്നൊക്കെയാണ് ഇന്നലെ പോയപ്പോൾ മനസ്സിലായത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ആ റാങ്ക് ലിസ്റ്റ് ഒന്ന് കോളേജുകൾ കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ നടത്തും. സ്പോർട്സ് കോട്ടക്കുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, അതിൽ നിന്നായിരിക്കും അതിന്റെ അഡ്മിഷൻ. PWD കോട്ടക്കും റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, അതിൽ നിന്നായിരിക്കും അഡ്മിഷൻ. മാനേജ്മെന്റ് കോട്ടക്ക് ഓരോരോ മാനേജ്മെന്റ് കോട്ടക്കുള്ള അഡ്മിഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതാത് മാനേജ്മെന്റുകളാണ്. ഓക്കെ, ചില കോളേജുകൾ അപേക്ഷ സ്വീകരിക്കും. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ആർക്കാണോ തൃപ്തികരമായിട്ട് കൊടുക്കാൻ തോന്നുന്നത് അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് മാനേജ്മെന്റ് കോട്ട. ഇനി ഇതിന്റെ ഓരോ ഘട്ടങ്ങളും നിങ്ങളുമായി അതാത് സമയങ്ങളിൽ പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.